ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റിലോട്ടാണ്. കാലിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തിനാണ് പോകണമെന്നുള്ളത്. യെസ്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടുമാണ് പോകുന്നത്. ഇന്നലെ രാത്രി കിടക്കാൻ നേരത്താണ് അവർക്ക് ഒരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും നോക്കിയിട്ടില്ല, ഇന്ന് രാവിലെ പോകാനുള്ള ജസ്റ്റ് ഒരു പ്ലാനിങ് ഇട്ടു. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന്. വാസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല, വേഗം പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഗൈസ്, വി വർ സോ എക്സൈറ്റഡ് ടു സി ഹർ. ഓൾമോസ്റ്റ് 10:30 ആയ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ. എന്നിട്ട് ഒറ്റ ഓട്ടായിരുന്നു ആ സ്റ്റേജിൻ്റെ അടുത്തോട്ട്. ബിക്കോസ് ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? സുനിത വില്യംസ്. അങ്ങനെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന പല തലകൾക്കിടയിലൂടെയും പല കൊടകൾക്കിടയിലൂടെയും യെസ് ഗൈസ് ഞങ്ങൾ കണ്ടു. ആ ഒരു സമയത്ത് ആ ഒരു ഏരിയയിൽ ഭയങ്കര ക്രൗഡായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും വെയിലും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന പല ഉന്തലുകളുടെയും പല തള്ളലുകളുടെയും ഇടയിൽ അവിടെ അങ്ങനെ വന്നു. പിന്നെ കുറേ ആൾക്കാരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരിന് അറിയുന്നതായിരിക്കും, കുറേ പേര് അറിയാത്തവരായിരിക്കും. എന്നാലും നമ്മളവിടെ പോയി ഇന്ന് കേൾക്കണമല്ലോ. ഇതാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഫേമസ് ഷെഫായിട്ടുള്ള പിള്ളയുടെയും ഒരു സിറ്റിംഗ് ആയിരുന്നു. അടിപൊളി ഇൻട്രാക്ഷനും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുറ്റി തിരിഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നത് ഇവൻ്റെ അടുത്താണ്. ആള് പൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കാണാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, സാധനം വാങ്ങാനാണെന്നുണ്ടെങ്കിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്തൊരു ടോയ്സ് മേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. നേരെ പോയിട്ടുണ്ടായിരുന്നത് ബുക്സുള്ള സ്ഥലത്തോട്ടായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് എല്ലാ ബുക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തിരിച്ചു വരും. ഓരോ ബുക്കിൻ്റെ പേര് കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കോളേജിൽ നിന്ന് വായിച്ചിട്ടുള്ള ബുക്കുകളാണെങ്കിലും അത്യാവശ്യത്തിനുണ്ട്. അങ്ങനെ ആ ബുക്ക് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം നേരെ എന്തെങ്കിലും ഉപ്പിലിട്ട് കഴിച്ചാൽ വിചാരിച്ചിട്ട് ഉപ്പിലിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഓരോ കടി കടിച്ച് ഇങ്ങനെ തിന്നാൻ ഭയങ്കര രസമാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ലാസ്റ്റ് ഇനി ഇങ്ങോട്ടെങ്കിലും പോലെ ഇതുവരെ അവിടെ തെണ്ടി നടക്കുന്ന ഓരോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആക്ട്രസ് ലെനൻ്റെ ക്ലാസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ആളുടെ ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബുക്കിൻ്റെ റിവ്യൂ കാര്യങ്ങളായിട്ട് മീൻസ് ഒരു ഡ്രാമ പോലെ അവിടെ ഒരു പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രാമയ്ക്ക് അടിപൊളി കാര്യങ്ങളായിരുന്നു. ഭയങ്കര സൂപ്പർ ആക്ടിങ് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തിട്ടില്ലായിരുന്നു. ആൻഡ് ഓൾസോ ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ കരിമ്പ് ജ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുടിച്ച് രണ്ടാളും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഗൈസ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ. ബൈ ബൈ.